വളരെ മാർജിൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാന്നുള്ള പുതിയ ഇതിലേക്ക് പോയതാ. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ വിളിച്ച് ഞാൻ വലിയൊരു മാർജിൻ ഇട്ടിട്ടില്ല, ഞാൻ ചവിട്ടിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇറങ്ങിയ സമയത്തൊക്കെ ഒരു കഷ്ണം കിട്ടാല്ലേ, പ്രീമിയം കൊടുത്തൊക്കെ എടുത്തിയ വണ്ടിയാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ പ്രീമിയം കൊടുത്തെടുത്തിയ വണ്ടിയാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ വണ്ടി കിട്ടുന്നുണ്ട്. ഒരു 7 സീറ്റർ വണ്ടി ചെറിയൊരു പൈസക്ക് ഒരു ഇന്നോവ വാങ്ങിയാൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് കിട്ടും. സൗകര്യം സുഖം അല്ലേ? അതെ, ഓക്കെ, അത്രേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുമല്ലോ? ഫുൾ ഓൺ. ഓക്കെ, ഫുൾ ഓൺ കയറും. ഓക്കെ, KL11 രജിസ്ട്രേഷൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏതാ വണ്ടി എന്ന് ആദ്യം മനസ്സിലാവില്ല. തിരിയാത്ത കറ സാധനം കാണാണ്ട് അത് തിരിയാണ്ടക്കരുത്. നമ്മള് വ്യക്തിത്വമല്ലോ ഉള്ള മാതിരി പറയണില്ല ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് അങ്ങനല്ല, ബൈബാക്ക് അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി വാങ്ങിയ 50 പോയി, ഇങ്ങനത്തെ വലിയ വണ്ടികൾ വാങ്ങിയ 50 പോയി. അല്ലാത്ത സ്വിഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ 25-30 അതും പോകും. ഇതാണ് കച്ചവടം. ആരും വിരോധം വിചാരിക്കണ്ട, ഞാൻ പറയാനുള്ള പറയും. ഇത് കട്ട് ചെയ്ത് തന്നെ മൂക്കിന് കുത്തും ചെയ്യും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ജംഷീർ ഖാന്റെ കൂടെ 2024 വീഡിയോ തുടങ്ങാൻ പോവാണ്. വിളിച്ചെടുക്കണ്ടേക്കാലോ? എല്ലാ കൊല്ലം പ്രതീക്ഷ കൊല്ലല്ലേ മാറുന്നുള്ളൂ, ആള് മാറുന്നില്ലല്ലോ. ആളല്ല മാറണ്ടേ? എനിക്കറിയാം, പറയാൻ പാടില്ല. ആള് മാറ്റുള്ള കാര്യം. കൊല്ലങ്ങൾ പുതിയ വരും. അപ്പൊ കൊല്ലത്ത് പുതിയ ആൾക്കാർ കൊല്ലം തുടങ്ങി, വെള്ളടി നിർത്തി, സിഗരറ്റ് പോലെ ഇല്ല. അത് കൊല്ലം നിർത്തി 2 ദിവസം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ആൾക്കാർ മാറണം, അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ മാറണം, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാറണം. മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു മാറ്റങ്ങളെ പ്ലാനിങ് ആയിട്ട് ഒന്നും മാറില്ല. നമ്മള് ദൃഢത, നമ്മൾ തീരുമാനം എടുക്കണം. അപ്പൊ നമ്മൾ മാറാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നമ്മളെ പ്രഷർക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടത്. ആരൊക്കെ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാം സഫലീകരിക്കട്ടെ. ആ പറയുമ്പോൾ ജിതിന്റെ കാര്യങ്ങളും എല്ലാം സഫലീകരിക്കട്ടെ. 2024 കൊണ്ട് എല്ലാ കാര്യങ്ങളും പോകണേട്ടെ. ഓക്കെ, തീർച്ചയായും. പിന്നെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിലായിട്ട്, മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നത്. അതെ, കോൺടാക്ട് നമ്പർ വീഡിയോ എപ്പോഴും പറയണ്ട. ആവശ്യക്കാരൻ വിളിക്കുമ്പോൾ കറക്റ്റ് ഷോറൂം ലൊക്കേഷൻ കൊടുക്കും. ആൾക്കാർ കാണുന്നത്. അതെ, എന്തായാലും ഇപ്പൊ എത്ര കാണാൻ ആൾക്കാരായാലും എന്തായാലും വിളിക്കും, എന്തായാലും വിളിക്കും. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് കയറി കഴിഞ്ഞാൽ വാട്സപ്പ് ചാനൽ ജോയിൻ ആവും. പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ഫോണിൽ തന്നെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വീഡിയോട്ട് പോലെ. ഓക്കെ, ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, അത്യാവശ്യം റീലൊക്കെ ഇടുന്നുണ്ട്. ജീവിക്കണമെങ്കിൽ റീലൊക്കെ ഇടണം. നമ്മള് ചിന്തിക്കുമ്പോഴേ പണ്ടൊക്കെ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല. നമ്മൾ കുറച്ച് ബന്ധങ്ങളിൽ, കണക്ഷൻസിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെയാണ് കച്ചവടം വരിക. പിന്നെ ബ്രോക്കർമാർ വിളിച്ചുള്ള കച്ചവടങ്ങളാണ്. ഇപ്പൊ പൊതുവെ അങ്ങനത്തെ ഒരു കച്ചവടത്തിന് സ്റ്റൈൽ മാറി. ബ്രോക്കേഴ്സ് അധികം കച്ചവടത്തിലില്ല. ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വന്ന സമയത്ത്, ഇപ്പൊ അങ്ങനെയുള്ള വന്ന സമയത്ത് കച്ചവടത്തിന് സ്റ്റൈല് മാറി. അപ്പൊ ഇൻസ്റ്റയിലൊക്കെ പോകണം എന്നുള്ള ആ രീതിയിലേക്ക് എത്തി. അതുകൊണ്ട് നമ്മൾ ചെയ്യാണ്. അല്ലാതെ ഇൻസ്റ്റയില് റീൽ ചെയ്യാനൊക്കെ ആഗ്രഹം കൊണ്ടല്ല, കച്ചവടം കിട്ടാൻ വേണ്ടി മാത്രമാണ്. ചിലവരുടെ പാഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പാഷൻ വേറെ. ഞാൻ അങ്ങനെ പാഷനായിട്ട് ഒന്നും കൊണ്ടുനടക്കില്ല. കച്ചവടം ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, ആ മൂഡിലാണ് ഞാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ചെയ്താണ് പൊന്നാളിയാ. എൻക്വയറി കിട്ടോ. നമ്മള് പിന്നെ ഇൻസ്റ്റാ ID ഉണ്ടാക്കിയിട്ട് ഏകദേശം 14-15 ദിവസമായിട്ടുള്ളൂ. 7000-ന് മുകളിൽ ഫോളോവേഴ്സ് നമുക്ക്. ഈ ഫോളോവേഴ്സ് വരാൻ കാരണം എന്താ വെച്ചാൽ, ഒന്ന് ടീം ടെക്കിന്റെ വീഡിയോയിലാണ്. കുറെ അറിയുന്ന ആൾക്കാർ, ജംഷീർ ഖാൻ അറിയുന്നവര് ഫോളോ ചെയ്യും. ഇത്ര പെട്ടെന്ന് ഗ്രോത്ത് നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ ഫോളോവേഴ്സ് അല്ല, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇൻഷാല്ലാ ഡെവലപ്പ് ആവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് ചെയ്യണ വർഷം. ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യ വാഹനം മറാസോണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ 7 സീറ്റർ മറാസോ 2019 മോഡൽ M2 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. M2 എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്. അതൊന്നും പറയാൻ പറ്റില്ല. AC പവർ സ്റ്റിയറിംഗ് കാറില്ല, എന്നാലും പറയാം. AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC. പിന്നെ ഒരു വണ്ടിക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ വേണോ അതിലുണ്ട്. മറ്റേ വണ്ടിയാകുന്ന സമയത്ത് ലെതർ സീറ്റ്, ഡാഷ്ബോർഡ് വ്യത്യാസം ഉണ്ടാവും, അലോയിൽ വേറെ ആയിരിക്കും. ഇത് കമ്പനി എക്സ്ട്രാ അലോയിൽ ചെയ്തിട്ടുണ്ട്. 2019 കോഴിക്കോട് വണ്ടി, 50,000 കിലോമീറ്റർ ഓടിയത്. നമ്മൾ ചോദിക്കുന്ന വില 8 ലക്ഷം രൂപ. ഈ 8 ലക്ഷം രൂപ മുഴുവൻ ലോണ് കിട്ടും. വണ്ടിക്ക് യാതൊരുവിധ ഫോൾട്ടോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. ബെസ്റ്റ് വണ്ടി, ഒരു കുഴപ്പമില്ല. ഓട്ടോ 50,000. 2019 ഡീസലാണ് വാഹനം. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. 2019 ഡിസംബർ വണ്ടിയാണ്. ഡിസംബർ വണ്ടി ന്യൂ ഇൻഷുറൻസ് ആണ്. കഴിഞ്ഞ മാസം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 50 സർവീസ് കമ്പനി ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് എഫക്റ്റോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 7 സീറ്റർ വണ്ടി ചെറിയൊരു പൈസക്ക് ഒരു ഇന്നോവ വാങ്ങിയാൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് കിട്ടും. സൗകര്യം സുഖം അല്ലേ? അത്രേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുമല്ലോ? ഫുൾ ഓൺ. ഫുൾ ഓൺ കയറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL11 രജിസ്ട്രേഷൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏതാ വണ്ടി എന്ന് ആദ്യം മനസ്സിലാവില്ല. തിരിയാത്ത കറ സാധനം കാണാണ്ട് അത് തിരിയാണ്ടക്കരുത്. അപ്പൊ 2019 മോഡല് 4x4 ഡീസൽ ഓട്ടോമാറ്റിക്
ഫോർച്യൂണർ. പിന്നെ കരിമ്പുലിയാണ്. ബ്ലാക്ക് ഫോർച്യൂണർ എത്ര ഏതൊരാൾക്ക് ഉപയോഗിക്കുന്നതായിക്കോട്ടെ ഉപയോഗിക്കാത്തതിനോട്ട് ബ്ലാക്ക് ഫോർച്യൂണർ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അത് കോഴിക്കോട് രജിസ്ട്രേഷൻ, നല്ല കൂടിയ നമ്പർ, ക്വാളിറ്റി ഫാൻസി നമ്പർ, 6666 നമ്പർ. പിന്നെ 62,000 കിലോമീറ്റർ ഓടി, 60 സർവീസ് ചെയ്തു. ഇൻഷുറൻസ് പുതിയതുണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. നമ്മളിവിടെ ചോദിക്കുന്ന വില 40 ലക്ഷം രൂപയാണ്. 4x4 സിഗ്മ കേട്ടോ, 4x4 വണ്ടിയാണ്. 2 വീലല്ല 4 വീലാണ്. 40 ലക്ഷം രൂപ ചോദിക്കുന്നു. മാന്യമായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക്. അതിന് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര വണ്ടിയാണ്, അപാര വണ്ടി, അപാരം. എത്ര കൊടുക്കാം? 40 ലക്ഷം രൂപ. ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ വില. കേരള വണ്ടിയാണ്, റീ ചെയ്യുന്നില്ല. ഒറിജിനൽ കേരള വണ്ടികൾ മാത്രം, റീന്റെ പരിപാടി ഇല്ല. ഒറിജിനൽ കോഴിക്കോട് വണ്ടി. പിന്നെ അധികം കസ്റ്റമേഴ്സും ഈ പുതിയ മോഡൽ ഫോർച്യൂണർ 30-32 വണ്ടിക്ക് ആളുണ്ടാവുള്ളൂ. അപ്പൊ പ്രത്യേകം പറയുന്നത് 4x4 ആണ്. ഏത് മല, കുന്ന്, കയറ്റം, വെള്ളം ഒക്കെ നമുക്ക് സെറ്റാണ്. ഒറിജിനൽ കോഴിക്കോട് വണ്ടി, ബ്ലാക്ക്. ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ലോണ് ഒരു 35 രൂപ കിട്ടും. 35 രൂപ കിട്ടും. അടുത്ത വണ്ടി എന്നെ ചോദിച്ചു കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞ് വേറെ ചോദിക്കാനാ. വീണ്ടും ഒരു മറാസോ KL 29 രജിസ്ട്രേഷൻ മറാസോ ആണ് അല്ലേ? ഓക്കെ, അത് സെയിം നമ്മൾ കാണിച്ച പോലെ തന്നെ 2019 നേരത്തെ കാണിച്ചു. ഇത് 2020. 20 M2. ആ M2 എന്ന് പറഞ്ഞാൽ അലോവിയിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് സ്റ്റെപ്പ്, ടോപ്പ്, ലെതർ സീറ്റ്, പിന്നെ കോസ്റ്റ്ലി കമ്പനി അലോയ് വീൽസ്, പിന്നെ ആൻഡ്രോയിഡ് സെറ്റിലും എക്സ്ട്രാ വേറെ അതിലും ഉണ്ട്. ഷൈനങ്കാട്ട് കുറച്ച് കൂടിയിട്ട് ഒരു 1.5 ലക്ഷം രൂപ കമ്പനി കൂടി തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. 2020 മോഡൽ M2. പിന്നെ 60,000 കിലോമീറ്റർ ഓടി, 60 സർവീസ് ചെയ്തു. കഴിഞ്ഞ വീക്കിൽ പുതിയ ഇൻഷുറൻസ് എടുത്തു. 9 ലക്ഷം IDV ഇൻഷുറൻസ് എടുത്തു. 2020 മറാസോ 8,27,000. നമ്മൾ വളരെ മാർജിൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാന്നുള്ള പുതിയ ഇതിലേക്ക് പോയതാ. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ വിളിച്ച് ഞാൻ വലിയൊരു മാർജിൻ ഇട്ടിട്ടില്ല. ഞാൻ ചവിട്ടിട്ടാണ് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ വെറുതെ ലാഭത്തിന് വേണ്ടി കാത്തിട്ട് ഒരു വണ്ടി ഈ മാസം വിൽക്കുന്നതും 3 മാസം കഴിഞ്ഞ് വിൽക്കുന്നതും വ്യത്യാസം വെച്ചിട്ടാണ് ഞാൻ പൊട്ടിച്ച് കൊടുക്കുകയാണ്. 2020 മറാസോ 8,27,000 രൂപയ്ക്ക്. ഒരു ക്ലെയിം ഇല്ല, ഒരു റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഈ എമൗണ്ട് ഫുള്ള് ലോൺ കിട്ടും. അതെ, നല്ലൊരു 7 സീറ്റർ. നല്ല 7 സീറ്റർ. ഈ 7 സീറ്റർ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഒരു ഈ 2020 മോഡൽ G4 ക്രിസ്റ്റ മേടിക്കുക വിചാരിക്കുക. നിങ്ങൾ ക്രിസ്റ്റയായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഈ ക്രിസ്റ്റ മേടിക്കുന്ന സമയത്ത് 2020 G4 ക്രിസ്റ്റയ്ക്ക് ഒരു 20 ലക്ഷം രൂപ കൊടുക്കാണ് വണ്ടി കിട്ടൂല. ആ 20 ലക്ഷം കൊടുത്ത് ഓടിക്കുന്ന വണ്ടിക്ക് എൻജിൻ ലോങ് ലൈഫാണ്. എത്ര ലക്ഷം കിലോമീറ്റർ ഓടി എൻജിൻ ഒന്നും ആവില്ല. സർവീസ് കോസ്റ്റ് വന്നിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് എന്തെന്നാലും എത്ര കോസ്റ്റ് കുറവാന്ന് പറഞ്ഞാലും ഒരു പീരിയഡിക്കൽ സർവീസിന് 16,000 മുതൽ 18,000 രൂപ വരെ ഇന്നോവക്ക് വരും. ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്. എത്തിയോസ് ലീവൊക്കെ ആകുമ്പോൾ 6,000-4,000 രൂപ നിൽക്കും. ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 16-18 ആവാത്ത സർവീസ് ഉണ്ടാവില്ല. ഈ മറാസ ഒന്ന് ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മൾ യൂസിങ് നടക്കും ചെയ്യും. കമ്പനി ടൊയോട്ടയിലൊരു കമ്പനിയിൽ ചെയ്യുള്ളൂ. വലിയൊരു സെഗ്മെന്റ് വണ്ടിക്ക് ഒരുപാട് പൈസ ആവാത്ത. ഇപ്പൊ ജീപ്പ് കോമ്പസ് എക്സാമ്പിൾ, അതിലും ചെറിയ വണ്ടിയാണ്. കോമ്പസ് സർവീസിന് കയറ്റി കഴിഞ്ഞാൽ മിനിമം 25,000 വേണം. ഞാൻ കോമ്പസും വിൽക്കുന്ന ആളാണ്. ഞാനൊരു ബ്രാൻഡ് അങ്ങനെ പ്രീമിയം കാറ്റഗറി 25,000 മിനിമം കാണും. പിന്നെ ബ്രാൻഡ് മാറുന്ന ബേസിൽ ഇങ്ങനെ മാറ്റം വരും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വില കുറഞ്ഞൊരു വണ്ടി വീട്ടിലേക്ക് വേണം, 7 സീറ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള, മൈലേജും കൂടിയ, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ്, നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു വണ്ടി മറാസോ. ഇതിനെ ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യല്ല. എനിക്ക് ഏത് വിറ്റാലും ചില്ലറ കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞത് 8,27,000 രൂപ വന്ന് 2020 മോഡൽ വാഹനമാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ കഥ പറയില്ല. അപ്പൊ അടുത്ത ഇവിടെ പോവാം. നല്ലൊരു അടിപൊളി ഹാരിയർ റെഡ് കളറാണ്. KL 1 തിരുവനന്തപുരം. നമ്മൾ ഇൻസ്റ്റയിൽ റീലില് ഞാനുണ്ട്. ഇത് 2021 XT പ്ലസ് ആണ്. മാനുവൽ ഗിയറിൽ XZ പ്ലസിന്റെ നേരെ താഴത്തുള്ള വണ്ടി. XZ പ്ലസ്. ഇപ്പൊ XZ എന്ന് പറഞ്ഞ വേരിയന്റിൽ XZ പ്ലസ് ഉള്ളൂ. അതിന് താഴെയുള്ള വണ്ടിയാണ് XT പ്ലസ് ആണ്. 70,000 കിലോമീറ്റർ ഓടി, 2021 മോഡല്. ഇതിന് വില 14 ലക്ഷം രൂപ. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലോണിനെ പ്രൊമോട്ട് ചെയ്യില്ല. ലോണിനെ ബാക്കോട്ട് വലിച്ചാളാ. നമ്മൾ ബാക്കോട്ട് വലിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മൾ ലോണിനെ പ്രൊമോട്ട് ചെയ്തെന്നാണ് ശരിക്കും നമ്മളതിൽ പറയുന്ന കേസ്. അതായത് അങ്ങനെയല്ല, നമ്മള് അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു വിശ്വാസങ്ങളാണ്. അപ്പോൾ പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അങ്ങനെ പറയരുത്. ഞാനിപ്പോ ലോണിന് കിട്ടും 14 ലക്ഷം രൂപ. ഇതിന്റെ വില 14 ലക്ഷം രൂപയാണ്. അതെ, പിന്നെ 14 ലക്ഷം രൂപ ആണ് വില. 14 ലക്ഷം രൂപ ലോണ് കിട്ടും. 1 ലക്ഷം രൂപയ്ക്ക് 5 കൊല്ലത്തേക്ക് 2,200 രൂപയാണ് EMI വരിക. 1 ലക്ഷം രൂപയ്ക്ക് 5 വർഷത്തേക്ക് 2,200 രൂപ. അങ്ങനെ 10 ലക്ഷം രൂപ ലോൺ ഇടുമ്പോൾ 22,000 രൂപ EMI വരും. ഒക്കെ ആലോചിച്ചിട്ട് ഫുൾ ലോൺ കിട്ടുന്നത് ചാടി വികണ്ട. 22,000 രൂപയാണ് EMI. ഏതൊരു വണ്ടി എടുക്കാൻ പോയാലും നമ്മുടെ വരുമാനത്തിന്റെ വളരെ കുറഞ്ഞൊരു പെർസെന്റേജ് ലോൺ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടികൾ. അതെ അതെ അതെ. വണ്ടി എടുത്തിട്ട് തലക്ക് ഭ്രാന്തായിട്ട് നടക്കണ്ട ആരും. അതുകൊണ്ട് പറയാം. ഓക്കെ. പിന്നെ ജിതിനമാരൊക്കെ അയാള് ഒരു കോഴിക്കുട്ടിക്ക് തിന്നാൻ കൊടുക്കണ്ട.
ഈ കിട്ടുന്ന പൈസ പോയി നമുക്ക് എന്താ ചെയ്യണമെന്നൊക്കെ അറിയില്ല. നമ്മളെ എനിക്കും അറിയില്ല. ഈ ഒരു നമ്മളിത് അത് അങ്ങോട്ട് അനങ്ങുമ്പോൾ ആ കുട്ടി പനി ഡോക്ടർ കാണിച്ച് 1300. ഇപ്പോഴത്തെ കാര്യം മോന്റെ ഫീസ് 9300 എടുത്തൊരു ഫീസ് 8000. അപ്പൊ അതിന്റെ കായ് തീർന്ന്. പിന്നെ അപ്പുറത്ത് കല്യാണം പരിപാടി കുടിയിരിക്കൽ വരുമ്പോ കായ് തീരും. ഇവനാണെങ്കിൽ ഒന്നും പോണ്ട, ഭാര്യ വീട്ടിലും പോണ്ട, ഭാര്യ അതിന്റെ കല്യാണം കൊടുക്കണ. അവര് എനിക്ക് സംഭവം നല്ല തന്നെ കേട്ടോ, ഇങ്ങനെ തന്നെ പൊയ്ക്കോ. എനിക്കിപ്പോ ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനം ചെയ്യുന്നുണ്ട്, എന്നിട്ട് കൊണ്ട് ചെലവില്ല. ലക്ഷങ്ങൾ വരുമാനം എന്ത് പറയാനാ. അടുത്തോട്ടേക്ക് പോവാ. താറാണ് KL 18 രജിസ്ട്രേഷൻ. അതെ, താറ് 2021 മോഡല്, ഡീസൽ ഓട്ടോമാറ്റിക്, ഓണർഷിപ്പ് സിംഗിൾ, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, 4x4 ആണ്. ഇപ്പൊ വണ്ടി മേടിക്കണമെങ്കിൽ 21 lakhന്റെ മുകളിൽ 22 lakhs വരെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് വില ഉണ്ട്. അന്ന് 19-30 ഉള്ളൂ. ഇപ്പൊ വാങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 22 ലക്ഷം രൂപ വരെ ഡീസൽ ഓട്ടോമാറ്റിക് വേണം. പിന്നെ അനന്തരം എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുമ്പോൾ ആ പൈസ വരും. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 16,75 ആണ്. 16,75,000 ഡീസലാണ്, 21 ഡീസൽ ഓട്ടോമാറ്റിക് മഹീന്ദ്ര താർ. പിന്നെ ലോൺ വേണ്ട കസ്റ്റമർ ആണെങ്കിൽ ഒരു 15 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. ഇതില് ഓട്ടോ എത്രയാ? 39,000. ഓക്കെ, നോർമൽ ഓട്ടോ 39 ആയാലും 40 സർവീസ് ചെയ്തിട്ടുണ്ട്. അതെ, എന്താ ചോദിക്കാൻ? നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതെ, താറ് ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഈ ഇറങ്ങിയ സമയത്തൊക്കെ ഒരു കഷ്ണം കിട്ടാല്ലേ, പ്രീമിയം കൊടുത്തൊക്കെ എടുത്തിയ വണ്ടിയാണ്. അതെല്ലാം അങ്ങനെ തന്നെ ആണല്ലോ. അപ്പൊ പ്രീമിയം കൊടുത്തെടുത്തിയ വണ്ടിയാണ്. ഇപ്പൊ കുഴപ്പമില്ലാതെ വണ്ടി കിട്ടുന്നുണ്ട്. അതെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും മൂന്നാമത്തെ മറാസയിലേക്ക് വന്നിരിക്കുകയാണ്. KL 11 രജിസ്ട്രേഷൻ മറാസോ. നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോ കാണിച്ച മറാസോ ആണ്. 2019 മോഡൽ മറാസോ ഏറ്റവും ടോപ്പ് ഉണ്ട്. നമ്മൾ കാണിച്ച M2 ആണ്. അതിന്റെ മുകളിൽ M4, M6, M8 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി മറാസോ. 34,000 കിലോമീറ്റർ മാത്രം ഓടിയ ഫുൾ ഓപ്ഷൻ വണ്ടി. യാതൊരു ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 10.5 ലക്ഷം രൂപ. 10,50,000 ഓപ്ഷൻ മാറിയ നേരത്തെ കണ്ടത് M2 ആണ്. 9.5 വരെ ലോൺ കിട്ടും. 9.5 വരെ ലോൺ കിട്ടും. ഓക്കെ, ഇത് M8 ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് 2, 4, 6, 8. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. എല്ലാ വണ്ടി 99.9% ക്ലീൻ ആണ്. അല്ലാണ്ട് എല്ലാവരും പറഞ്ഞു ഒന്നും റീപ്ലേസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പെയിന്റിങ് കാര്യങ്ങൾ ബമ്പർമാരിലൊക്കെ ഉണ്ടാവും. അപ്പൊ 100ക്ക് 100 ഇല്ല, 99.9. വെറുതെ 100 പറയണ്ടല്ലോ. 99% ഗ്യാരണ്ടിയാണ്. പിന്നെ അന്നും ഇന്നും എന്നും കൊടുത്തില്ല. ബൈബാക്ക് കാര്യങ്ങൾ അങ്ങനത്തെ പറ്റിപ്പൽ പരിപാടികളൊന്നും ഇല്ല. വണ്ടി വാങ്ങിയ 6 മാസം ഉപയോഗിച്ചാൽ 50 പോകും. 1 കൊല്ലം ഉപയോഗിച്ചാൽ 1.5 ലക്ഷം പോകും. ബൈബാക്ക് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൽ പരിപാടികൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈബാക്കും ഇല്ല. അപ്പോൾ വണ്ടി കസ്റ്റമർതാവും, പാർക്കിംഗ് സെയിലാവും, അങ്ങനെയൊക്കെ ആവും. നമ്മളതൊന്നുമില്ല. ഒരു മോല് വാങ്ങിക്കഴിഞ്ഞാൽ 6 മാസം ഉപയോഗിച്ച് ഞങ്ങൾ 50 പോയി. എന്തിനാ അവിടെ പറ്റിക്കണേ? ഒരു ബൈബാക്കും ഇല്ല, ഒരു താങ്ങിയില്ല. ഉള്ളമാര് പറയാലോ, അതൊക്കെ പറച്ചിൽ മാത്രമേ ബൈബാക്കുള്ളൂ. ഇവിടുന്ന് എടുത്താൽ 6 മാസം കൊണ്ട് 50 പോവും. 1 കൊല്ലം കൊണ്ട് 1.5 പോവും. ഇത് സത്യസന്ധമായ കാര്യം. 1.5 പോവും. ആ പോവും. എന്തിനാ നമ്മൾ കളവ് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എടുത്തോളൂ സാറേ, നിങ്ങളിപ്പോൾ എടുത്ത ബൈബാക്ക് 10% കുറച്ച്, അയാൾ എന്ത് അത്യാവശ്യം മോളെ കല്യാണോ ഇല്ല അപ്പുറത്തൊരു പറമ്പ് കൊടുക്കാണ്ടോ, അത് വാങ്ങാനൊക്കെ മതി, പെട്ടെന്ന് കയറ്റി പാഞ്ഞു വരുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ബൈബാക്ക് 10% എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പുതിയ ട്രിക്ക് ഇടും. അത് വേറെ പാട്ടിന് വണ്ടി, ഒരു വണ്ടി. ആ ട്രിക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എടുത്തോ 50 പോയി. അങ്ങനെ നമ്മൾ പുതിയ ന്യൂജനിലേക്ക് നമ്മൾ ബൈബാക്ക് അതൊന്നുമില്ല. അതേമാതിരി ഒരു സാധനം ഫ്രീ കൊടുക്കുക. അത് ഫ്രീ കൊടുത്താലും ദോശ നമുക്ക്. ഈ ഫ്രീ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സ്ചേഞ്ച് വന്ന് സാധനം ഫ്രീ കൊടുക്കുക. കാണുമ്പോൾ വലിയ ആഡംബര കേസായിരിക്കും. ഞാൻ ആളൊന്നും എടുത്ത് പറയില്ല. അത് നമ്മൾ വെറുതെ പറഞ്ഞതാവണ്ടല്ലോ. അപ്പോൾ കൊടുക്കുന്ന സാധനം നമ്മൾ ഈ സാധനം ആർക്കും വേണ്ട സാധനമാണ് ഈ ബൈബാക്കും ഗിവ് ബാക്ക് ആയിട്ട് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല വിഷയമല്ല. എടോ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതൊക്കെ ഈ വണ്ടി കച്ചവടം ഭയങ്കര സംഗതിയാണ്. ചില വണ്ടിക്ക് ചേസിന് അടിയിൽ കൂടെ പോലും മാറ്റത്തിൽ ആ കസ്റ്റമറുടെ ഇടയിൽ അതിന് 50 കെട്ടിയിട്ടുണ്ടാവും, ഇതിനെ 1 ലക്ഷം കേട്ടിട്ടുണ്ടാവും. ആ സാധനം അടിയിൽ കൂടെ അങ്ങനെ ചേസ് കൂടെ അടിച്ച് എടുക്കുന്ന സാധനമാണത്. ഇതൊക്കെ ഏതൊക്കെ തരണം ചെയ്തിനെ ഈ ഫ്ലെക്സിബിളായ ഒരു മനുഷ്യൻ എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ മനസ്സിലാക്കണേ. ഞാൻ അനക്കൊക്കെ ഈ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റാർട്ടസ് പ്രതികരിക്കാനല്ലാണ്ട് ഇതൊന്നും പ്രതികരിക്ക് വരാത്തൊരു മനുഷ്യനാണ്. ഞാൻ എന്നെ മനസ്സിലാക്കി അങ്ങനെയാണ്. ഈ നല്ല ചെക്കനാണ്. ഞാൻ എൻ്റെ അടുത്തൊന്നും ഒരു ഉടായ്പ ആർക്കും വന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ കലക്കി കുടിച്ച് പഠിച്ച് പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആളാ. എല്ലാം പഠിച്ച് മനസ്സിലാക്കി ഈ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവിടെ കള്ളത്തരങ്ങൾ ഉടായ്പോളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. ഉള്ള ഗിവ് ആൻഡ് ടേക്ക് ഇടപാട് നമ്മളത് ഉള്ള മാതിരി പറയും. അവിടെ പല ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മുടെ ഉണ്ട്. നമുക്ക് പ്രശ്നമില്ല. നമ്മൾ വ്യക്തിത്വം ഉണ്ടല്ലോ. ഉള്ള മാതിരി പറയണില്ല ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് അതല്ല, ബൈബാക്ക് അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി വാങ്ങിയ 50 പോയി. ഇങ്ങനത്തെ വലിയ വണ്ടിയിൽ വാങ്ങിയ 50 പോയി. അല്ലാതെ സ്വിഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് 25-30 അതും പോകും. ഇതാണ് കച്ചവടം.
ആരും വിരോധം വിചാരിക്കണ്ട, ഞാൻ പറയാനുള്ള പറയും. ഇത് കട്ട് ചെയ്ത് തന്നെ മൂക്കിന് കുത്തും ചെയ്യും. ഞാൻ കട്ടിയില്ല. പിന്നെ 2019 മോഡല് M8 മറാസോ 10,25,000 അല്ല പറഞ്ഞ 10,50,000 മാന്യമായിട്ട് കുറച്ച് കൊടുക്കും. 9 ലോൺ ഇട്ടു. ഞാൻ പറഞ്ഞ വിഷമായോ? ഒന്നുമില്ലല്ലോ, ഞാൻ കാര്യം പറയട്ടെ, എന്നോടല്ലേ പറയാം, ഞാൻ പൊതുവെ പറയാം. ഇതൊക്കെ സോഫ്റ്റ് ആണ്, അപ്പൊ എന്ത് പറഞ്ഞാൽ വിശ്വസിക്കുക, അതുകൊണ്ട് പറയാം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ. അത് വെച്ചാൽ ഞാൻ എന്നെ മനസ്സിലാക്കിയത് സോഫ്റ്റ് മാനാ. ഈ സോഫ്റ്റ് ആണ് കല്യാണം നടക്കാത്ത ഈ സോഫ്റ്റ് ആയിട്ടാ. അടുത്ത ഹാരിയർ ഫുൾ SUV സെഗ്മെന്റ് ആണ്. അതെ, KL55 2019 XZ+ ഫുൾ ഓപ്ഷൻ വണ്ടി, മാനുവൽ, പിന്നെ 60,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഹാരിയറിന് എത്ര മൈലേജ് കിട്ടുന്നത്? ഹാരിയറിന് മാക്സിമം 15. മാക്സിമം അല്ല, മാക്സിമം അതിൻ്റെ ഉള്ളിൽ കണ്ടത് 12 മുതൽ 15 വരെ മാക്സിമം. ഒന്നാമത് 2000 cc വണ്ടിയല്ലേ, അപ്പൊ നമ്മള് വെറുതെ 17 വേണ്ട എങ്ങനെ കിട്ടുക, കമ്പനി പോലും പറയുന്നില്ല. അല്ല അത് പറയണ്ട, അതാണ് 15 വരെ പ്രതീക്ഷിക്കുക. ചിലപ്പോൾ ലോങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 16 കിട്ടിക്കോളുന്നില്ല. നല്ല ഹൈവേലൊക്കെ ഇങ്ങനെ 5th ഗിയറിൽ നമ്മളിങ്ങനെ കിട്ടും. ഇതിന്റെ വില 12,50,000 രൂപയാണ്. 2019 XZ+. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. 11 വരെ ലോണ് കിട്ടും. ഇൻഷുറൻസ് പുതിയതാണ്. ബാക്കി ഇല്ല, റീപ്ലേസ് ഇല്ല. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിന്റെ ഒരു പ്രശ്നം. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരുമോ, കോൾ ചെയ്തിട്ടോ അല്ലേ, സംസാരിച്ചില്ലേ? നല്ല റെസ്പോൺസ് ആൾക്കാരും കേട്ടോ, അയാളെ വിളിച്ചിട്ടോ സോറി പറഞ്ഞേ. അല്ല നമ്മള് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഇതൊക്കെ, അപ്പൊ ഒന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമില്ല. അത് പ്രശ്നമില്ല. അപ്പൊ പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തെ പരാതി കൂടുതലെന്ന് വെച്ചാൽ ഫോൺ വിളിച്ചാൽ കിട്ടാത്ത പരാതിയാണ് കൂടുതൽ നമുക്ക് ഫേസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ കോൾ വരിക. ഞാൻ അത്യാവശ്യം നമ്മളെ വീഡിയോ അത്യാവശ്യം ആൾക്കാർ കാണുന്ന, ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്ത ആൾക്കാർ കാണും ചില വീഡിയോകൾ, ചിലപ്പോൾ ഇഷ്ടക്കൊണ്ടായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് വിളിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയും. വണ്ടി എടുത്തില്ലെങ്കിൽ നമ്മളെ വിളിച്ചെടുത്തിട്ട് പറയുമ്പോൾ അപ്പോൾ ഹാപ്പി. എത്ര ആൾക്കാർ വിളിക്കാൻ പേഴ്സണലി ഞാൻ പറയില്ല, എത്രയോ ആൾക്കാരെ വിളിക്കും വിളിച്ച് നമ്മളെ ആ വർത്തനം കേട്ടാൽ നമുക്ക് കച്ചവടത്തിൽ വേണ്ട. ചില ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള സാധനം തരും. അപ്പോൾ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് എടുക്കാനുള്ള ഞാൻ വരും കേട്ടോ, അല്ലെങ്കിൽ വൈഫിനും വേണ്ടോ, ഇനി എത്ര ആളിനെ വിളിച്ചു 100 കളവ് വരുന്ന കേസ് എനിക്കില്ല. 100 കണക്കിന് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പിന്നെ അത് എവിടുന്ന് കണ്ടാലും ഒറ്റടിക്ക് ആക്കി ക്യാച്ച് ചെയ്യും. ശരിക്കാം ഈ സൗണ്ട് പുറത്ത് ചാടുന്നുള്ളൂ. മോന്റെ സ്കേറ്റിങ്ങിന്റെ ഒരു മനസ്സിലുണ്ട് തൃശ്ശൂർ വെച്ചിട്ട് ഇന്നലെ പോയി ഇങ്ങനെ ഞാൻ ബാക്കിൽ നിന്ന് മോനെ ഓടുമ്പോൾ ഞാനിങ്ങനെ ആവേശം. അപ്പൊ ഒരു പാലക്കാട് വന്നിട്ട് അടച്ചത് അതിന്റെ മക്കള് സത്യം. അപ്പൊ നമ്മളെ ഈ വോയിസിൽ ആള് ക്യാച്ച് ചെയ്ത് പിടിക്കുക. നമ്മളെ ഏറ്റവും വലിയൊരു സമ്പാദ്യം അതൊക്കെ തന്നെ അല്ലേ. പൈസ കൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് ആസ്വാദനം, പല മൂഡ് ആസ്വാദനം ഉണ്ടാവുക. അതൊക്കെ മൂഡ് ഒരു മനുഷ്യനായിട്ട് എല്ലാ ഫീലിങ്സുള്ള മനുഷ്യനായിട്ട് മനസ്സിലാവുള്ളൂ. പണം മാത്രമല്ല ഫീലിങ്സ്. കച്ചവടം ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോകണൊക്കെ നല്ല വേലാണ്. പിന്നെ പറയുമ്പോൾ നമ്മളൊന്നും കൂടി പിന്നെ ന്യൂജനാവാണ്ട സംഗതി കഴിഞ്ഞ് നമ്മൾ പ്രായം വെച്ച് നമ്മൾ ന്യൂജൻ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്തില്ല ബിസിനസ്സിലേക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു വന്ന് 19 മോഡൽ ഫുൾ ഓപ്ഷന് 12.5 ലക്ഷം രൂപയാണ് വില. 11 ലോൺ കിട്ടും. യാതൊരുവിധ ആക്സിഡന്റ് ഇല്ല. നല്ല വണ്ടിയാണ്. മഹീന്ദ്ര XUV 500 KL16 ആറ്റിങ്ങൽ, തിരുവനന്തപുരം ആറ്റിങ്ങൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2015 മോഡൽ W8. 2015 8-ാം മാസം വരെ ഇറങ്ങിയത് W8 ആണ്. 8 മാസം കഴിഞ്ഞ് W10. 2015 9-ാം മാസം മുതൽ W10 ആണല്ലോ. അതിനകത്ത് സൺറൂഫ്, അതാണ് ഫുൾ ഓപ്ഷൻ. അതുവരെ ഇത് ഫുൾ ഓപ്ഷൻ അല്ല. W10 ഫുൾ ഓപ്ഷൻ വരുന്നത്. 15 രണ്ടും ഉണ്ട്, W8 ഉണ്ട്, 10 ഉണ്ട്. ഈ 10 വരുന്നത് അവസാനത്തിലേക്കാണ് 10 വരുന്നത്. ഈ വണ്ടി അന്ന് പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിയുടെ വില 16.80 W8-ന്. ആ W10 ഇറങ്ങിയപ്പോൾ അത് വന്നിട്ട് 21 ലക്ഷം രൂപയായി. 21 ലക്ഷം രൂപ ഇറങ്ങി. ഈ വണ്ടി അന്നത്തെ ഓൾഡ് ഷേപ്പ് 15 ആൾക്കാർ വിളിച്ച് നോക്കി ഓൾഡ് ഷേപ്പോ ന്യൂ ഷേപ്പ് വയ്ക്കും. ഇത് ഓൾഡ് ഷേപ്പ് W8 അന്നത്തെ ഫുൾ ഓപ്ഷൻ. 2015 മോഡൽ വണ്ടി. 1,40,000 കിലോമീറ്റർ ഓടി. ഫുള്ള് കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 7 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ 7 ലക്ഷം മുഴുവനായിട്ടും ലോൺ കിട്ടും. ഇത് നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യും. 7 ലക്ഷമാണ്. 8 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. 8 എയർ ബാഗ് ഉണ്ടാവും. ലെതർ സീറ്റ് വരും. അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. 2015 മോഡൽ W10 വന്നിട്ടുണ്ട്. W10 ലാസ്റ്റിലേക്ക് 12 മുതൽ 13, 14, 15 വരെ ഇറങ്ങിയ വണ്ടി. അവസാനം വരെ ഇറങ്ങിയ വണ്ടികൾ ഇതാണ് ഫുൾ ഓപ്ഷൻ. ഇത് നമ്മൾ റീവണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 4 റീവണ്ടി എടുക്കുകയാണെങ്കിൽ 4-5 രൂപ കിട്ടും. പക്ഷേ 2015 ഈ 1.40 ഓടി കാരണമാണ് 7 കിട്ടുന്നത്. ഈ 15 വണ്ടി ഇപ്പോൾ 8 രൂപ ഷോപ്പിൽ ഇവിടെ ഒക്കെ ഉണ്ട്. 8 രൂപ ചോദിക്കുന്ന വണ്ടി 15 വണ്ടിയാണ്. 7 ലക്ഷം ലോൺ കിട്ടുമ്പോൾ ആലോചിച്ചാൽ മതിയില്ല. വണ്ടിക്ക് ഗ്രിഡ് വാല്യൂ ഇല്ലാണ്ട് 7 ലക്ഷം ലോൺ കിട്ടത്തില്ല. അതാണ് 2015 7 ലക്ഷം രൂപ ലോൺ കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല വണ്ടിയാണ്. അടുത്തത് ഫോർഡ് എക്കോ സ്പോർട്ട് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 2017 മോഡൽ ടൈറ്റാനിയം ഓപ്ഷൻ ആണ്.
2017 പെട്രോൾ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈറ്റാൻ പ്ലസ് ആകുമ്പോൾ 6 എയർ ബാഗും, ടൈറ്റാൻ ഓപ്ഷൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സെറ്റ് ഒക്കെ അന്ന് വരുന്ന സമയത്ത്. ഈ 17 ലാസ്റ്റ് മോഡലാണത്. പിന്നെ 17 കഴിഞ്ഞ് 18 വരുമ്പോൾ ഫുൾ മൊത്തം മാറാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ അലോയിലെല്ലാം മാറില്ലേ. ഈ വണ്ടി വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ സർവീസ് റെക്കോർഡ് കമ്പനി പോയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ വണ്ടിയാണ്. 6,10,000 രൂപ ചോദിക്കുന്നത്. മാനുവൽ 50,000 ഓടിയ 2 എയർ ബാഗ് ABS എല്ലാം വരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സെറ്റ് ടച്ച് സ്ക്രീൻ കമ്പനി വരുന്ന സാധനം 6,10,000 രൂപ ചോദിക്കുന്നത്. 6,10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. എക്കോ സ്പോർട്ട് മോഡൽ കൂടുതലുണ്ട് കേട്ടോ. 17 ആണ്. പിന്നെ പെട്രോൾ ബേസിക്കലി ഡീസൽ ആവുന്ന സമയത്ത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോൾ 13 to 15 വരെ മൈലേജ് കിട്ടുള്ളൂ. പിന്നെ ഈ സർവീസ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചെറിയ ഓട്ടോക്കളാണെങ്കിൽ ഇത് മതി. പക്ഷെ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല ഫുൾ നീറ്റ് ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. തിരിച്ചു വരാന്ന് കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ അറിയില്ല. വരാനും പറ്റേ നല്ല വണ്ടികളാണ്. ഓരൊക്കെ വന്നതിന് എല്ലാവരും വന്ന് വരേണ്ട അത് പോകേണ്ട വണ്ടികളല്ല. ഇപ്പൊ ആരടുത്ത് പോകുന്നവർക്കറിയാം. എനിക്ക് തോന്നുന്നു അടുത്ത നിസാനായിരിക്കും പോകുന്നു. എനിക്ക് തോന്നുന്നു, എന്റെ തോന്നല് അറിയില്ല. നിസാനൊക്കെ പോവോ അറിയില്ല. അടുത്തൊരു 7 സീറ്റർ ആണ്. റിനോ ട്രൈബർ KL4 രജിസ്ട്രേഷൻ വാഹനമാണ്. ട്രൈബർ 2021 മാർച്ച്. 10,000 കിലോമീറ്റർ ഓടി. ഏറ്റവും ടോപ്പ് RXZ, RXE, RXL ഓപ്ഷൻ, RXT, RXT 5 വേരിയന്റിലെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി RXZ. ഇന്ന് വാങ്ങുകയാണെങ്കിൽ 9,50,000 വണ്ടി. അന്ന് വാങ്ങാൻ 830 ഉള്ളൂ. ഇന്ന് വാങ്ങാൻ 9,50,000 രൂപ വില വരുന്നത്. 2021 ട്രൈബർ. നമ്മൾ 10,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. നല്ല ക്വാളിറ്റി വണ്ടി. നമ്മൾ ചോദിക്കുന്നത് 5,90,000. 5,90,000 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി 7 സീറ്റർ എഞ്ചിനാണ് വരിക. അതെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 15-16 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. 7 സീറ്റർ പെട്രോൾ ആണ്. ഒരു 5,50,000 ലോണും കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ ഡ്രൈവർ കാണിച്ചപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിനോ കൈഗറിന് 4 സ്റ്റാർ ഉണ്ട്. റിനോ ട്രൈബറിന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അത് വ്യക്തമല്ല. അഡൽട്ട് സേഫ്റ്റി 4 സ്റ്റാർ ഉണ്ട്, ചൈൽഡ് സേഫ്റ്റി 3 സ്റ്റാർ ഉണ്ട്. ഇത് കണ്ടു, ഇതിലോ ഉറപ്പില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എന്തായാലും ചെറിയ ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ 7 സീറ്റർ വണ്ടിയിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനത്തെ ബെറ്റർ ആയിരിക്കും. അടിപൊളിയാണ്. ഈ 1.2 ഇറങ്ങുന്ന സ്വിഫ്റ്റ് ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 1000 cc ആയാലും BHP കൂടുതലാണ്. അത്യാവശ്യം അതിൻ്റെ 7 സീറ്റ് വരുന്നത് വലിയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു 5 ലക്ഷം രൂപയൊക്കെ എടുക്കുന്ന 5 സീറ്റ് വണ്ടി എടുക്കുന്നവർക്ക് കുറച്ചും കൂടെ ഫാമിലി മെമ്പേഴ്സ് കൂടുതൽ ആൾക്കാരാണെങ്കിൽ നല്ലതായിരിക്കും വണ്ടി. ഈ ഒരു 7 സീറ്റ് വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്നത് 5,45 ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത്. 5,90 വെച്ച് 5,45 കൊടുക്കാൻ വയ്ക്കുന്നത്. ഇപ്പോൾ 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് ചെറിയ ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 5 ലക്ഷം രൂപയ്ക്കാണ് പെട്ടെന്ന് ലോണ് പാസ്സാവും ചെയ്യും. അടുത്തത് ക്രെറ്റയാണ്. ക്രെറ്റന്റെ സെക്കൻഡ് ജനറേഷൻ ആണോ ഇത്? സെക്കൻഡ് ജനറേഷൻ 2018 വരുന്ന പുതിയ മോഡൽ. 18, 19 ഈ മോഡൽ ഇറങ്ങുന്നത്. KL11 കോഴിക്കോട് വണ്ടി 1,00,000 സംതിങ് കിലോമീറ്റർ ഓടി. പിന്നെ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് 18 ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി. പിന്നെ ഒരു 15 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ഫുള്ളി ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് വരുന്ന എല്ലാ റെക്കോർഡ് കമ്പനി സർവീസ് പോയ വണ്ടി. യാതൊരുവിധ ക്ലെയിമും ഇല്ല, മേജർ ആക്സിഡന്റ് ഇല്ല. നല്ല വണ്ടി. അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എല്ലാം നീറ്റാണ്. എല്ലാ ഭാഗം പക്കയാണ്. 1,20,000 കിലോമീറ്റർ ആ സർവീസും ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സർവീസും കമ്പനി പോയിട്ടുണ്ട്. അതിന് നമ്മൾ അതിന് വില ചോദിക്കുന്നില്ല. നോർമലി 2018 വണ്ടി ഒരു 50,000 വണ്ടിയൊക്കെ ആണെങ്കിൽ 13.5 ലക്ഷം വരെ ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ് 2018 ക്രെറ്റ സൺറൂഫ് ഡീസൽ ഓട്ടോമാറ്റിക്. ഈ വണ്ടിക്ക് നമ്മൾ സെറ്റിക്കാരൻ വില 12 ലക്ഷം രൂപ മാത്രമാണ്. 12 ലക്ഷത്തിന് 2018 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തം. അതും ബ്ലാക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക്. കാരണം മാത്രമല്ല ഈ വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്ക് ഒരു പൈസ പോലും ഡൗൺ പേയ്മെന്റ്, 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇടണ്ട. ഫുൾ ലോൺ കിട്ടും. ആ ലോണിന്റെ ഗ്രിഡ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. വണ്ടിയുടെ മാർക്കറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അത് കിട്ടത്തില്ല. ആ മാർക്കറ്റിൽ എത്രയാണോ ഉള്ളത് അതിന്റെ 2019 വണ്ടി നമ്മൾ ഈ റൂട്ടിലുണ്ട്. 19 വണ്ടി തന്നെ 50,000 രൂപ വണ്ടി, അല്ല സോറി 45,000 രൂപ വണ്ടി, 15.5 രൂപയ്ക്കുന്ന വണ്ടി നമ്മൾ ഈ റൂട്ടിൽ തന്നെ ബൈപ്പാസ് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ CRD എഞ്ചിൻ 1.6 അങ്ങനെ പ്രത്യേകിച്ച് വേറെയുള്ള ഈ കിലോമീറ്റർ ഓടി വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബ്ലാക്ക് വണ്ടിയാണ്. ഒരു ഫുൾ ഓൺ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത XUV ആണ് KL22 രജിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ കണ്ട XUV മാറി വന്ന ഷേപ്പാണ്. ഇത് XUV 2017 മോഡൽ W8. W8 അന്ന് പിന്നെ W10 ആണ് ഫുൾ ഓപ്ഷൻ. അതിന് നേരെ താഴെ വണ്ടി 8 എയർ ബാഗ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. നമ്മൾ ചോദിക്കുന്ന വില 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷത്തിന് 10 ലക്ഷം രൂപ ലോൺ കിട്ടും. ഫുൾ ലോൺ ഒന്നും പറയാനില്ല. 9 ലക്ഷം രൂപയാണ്. ഫുള്ള് കമ്പനി സർവീസ് പോകുന്നുണ്ട്. ഒരു സർവീസ് പോലും പെൻഡിങ് ഇല്ല. എല്ലാ സർവീസ് കമ്പനി പോയി. ബോഡി പാർട്സിൽ ഒന്നും റീപ്ലേസ് ഇല്ല. വണ്ടി എല്ലാ ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാ ഭാഗവും ഓക്കെയാണ്. ടയർ ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, എല്ലാ ഭാഗം പക്ക. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതിനൊക്കെ ഇൻഷുറൻസ് എത്ര? ഇനി ഇൻഷുറൻസ് തേർഡ് പാർട്ടിക്ക് ആണെങ്കിൽ 10,000 രൂപ വരും.
തേർഡ് പാർട്ടിയാണ്. ഫുൾ കവറിലേക്ക് ഒരു ഫുൾ കവർ എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു 10 ലക്ഷം രൂപ IDV കാണിക്കുകയാണ് 20,000 വരും. 20,000 നോർമലാണ്, അത്രയും വലിയ വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടിയുടെ പ്രത്യേകത 9 ലക്ഷം തന്നാൽ ഇവിടെ 10 ലോൺ കിട്ടും. അതെ, തീർച്ചയായും. ഓക്കെ, ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. കാര്യങ്ങളൊന്നുമില്ല. 2017 മോഡൽ സോറി, നോ ഷേപ്പ് ഗ്രില്ല് വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ്, നമുക്ക് SUV തന്നെ വിളിക്കാം. KL 31 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി എസ്-ക്രോസ് ന്യൂ മോഡൽ നോ ഫേസ് വരുന്ന ഹൈബ്രിഡ് ഇഞ്ചൻ വരുന്ന 2018 മോഡൽ ആൽഫയുടെ നേരെ താഴെയുള്ള സീറ്റ ഡീസൽ മാനുവൽ 1,40,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഓടിപ്പോവും, അമ്മാരി മൈലേജ്. ഹൈബ്രിഡ് ഇഞ്ചിനാണ് 24-23 കിട്ടും മൈലേജ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്, എല്ലാ സർവീസും കമ്പനി പോയിട്ടുണ്ട്. നമ്മളെ വില 7 ലക്ഷം രൂപയാണ്. 7,50,000 രൂപയ്ക്ക് അല്ലേ? അടിപൊളി എസ്-ക്രോസ് ആണ്. അതേപോലെ തന്നെ ഫുൾ ലോൺ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു പൈസ ഡൗൺ പേയ്മെന്റ് ഇടണ്ട. അതിന്റെ അപ്പുറം പറയാനില്ല. വേറെ ഒരു ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഒരു ക്ലെയിം ഇല്ല, പക്ക ക്വാളിറ്റി വണ്ടി, ക്ലീൻ വാഹനം. അപ്പോൾ നല്ലൊരു അടിപൊളി എസ്-ക്രോസ്. ഓട്ടം ഡീസൽ വണ്ടിയാണ്. അവർ ഓട്ടം എന്തായാലും ഉണ്ട്. 2018 എന്ന് പറയുമ്പോൾ 19, 20, 23, 24 6ാം വർഷമായി. 6ാം വർഷം ആണേ ഉള്ളൂ. 5 വർഷം ഡീസൽ വണ്ടി. പിന്നെ പൊതുവെ മൈലേജ് കൂടുതലുള്ള മാരുതിന്റെ വണ്ടി അത്യാവശ്യം ഓടാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഏതൊരു വണ്ടി ആയാലും കമ്പനി സർവീസ്, ഏതൊരു വണ്ടി ആയാലും ഒരു 2-3 ലക്ഷം കിലോമീറ്റർ ഓടൂല്ലേ? സർവീസ് കൂടുതലും കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ടോ, ആ ഭാഗത്തേക്കാണ്. നമ്മളെ ഭാഗത്തേക്കാണ് സർവീസ് ഇങ്ങനെ പെൻഡിങ് കട്ടൊക്കെ ഓടുന്നത്. അങ്ങോട്ടുള്ള ആൾക്കാർ ട്രോണ്ടറൊക്കെയാണ് ഒന്നും പറയണ്ട. ട്രോണ്ടർ വണ്ടി ആണല്ലോ സേഫാ, അങ്ങനെ മെയിൻറ്റെയിൻ. ചില ആൾക്കാരൊക്കെ ചെരുപ്പായിട്ട് കയറുന്ന ആൾക്കാരൊക്കെ അങ്ങനെ വണ്ടി തരുമ്പൊക്കെ ടെൻഷൻ അടിച്ച് സിനിമ ഒക്കെ വലിയ വലിയ വാത്സല്യം കണ്ടമാര് കരഞ്ഞിട്ടൊക്കെ തരിക, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര ഇതിൻ്റെ ഇപ്പോൾ മലബാർ, നമുക്ക് ഈ സൈഡൊക്കെ മലബാറുകാർ ഭയങ്കര ആൾക്കാർക്ക് സിംഗാണ് ആൾക്കാർ. പക്ഷേ അപ്പോൾ അങ്ങനെ പൊതുവെ പറയുമ്പോൾ സ്റ്റേറ്റിലേക്ക് അങ്ങനെയാണ് പറയും, ഓരും പറയും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കുറേ പാവങ്ങളുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ പറയുമ്പോഴേ ഞാൻ പറഞ്ഞത് മനസ്സിലാവും ഇതിന്. ആൾക്കാർ വണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുള്ളൂ, സൂക്ഷ്മതയോടെ കൊണ്ടുവരുന്ന ആൾക്കാർ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായം തിരുവനന്തപുരംകാരാണ്. ഇവിടെ മലബാർ ഏരിയയിൽ, അതായത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ കാറുകൾ വരുന്നത് തിരുവനന്തപുരം കൊല്ലം ഭാഗത്താണ്. അതെ, ഞാൻ കണ്ടത് അല്ലേ? ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വണ്ടി വരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലെ വണ്ടി കൂടുതൽ ആൾക്കാരും പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ പുതിയ കാറിലേക്ക് പോകുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് മാറും അല്ലേ? പെട്ടെന്ന് മാറി പുതിയ കാറിലേക്കാണ് പോകുന്നത്. മലബാർ സൈഡിലാകുമ്പോൾ ആളുകൾ സെക്കൻഡ്സിലേക്ക് കൂടുതൽ നോക്കുക, അതാണ് വ്യത്യാസം. നമ്മൾ ഇത്രയും SUV കാണിച്ചു. ആ SUV-ന്റെ കൂട്ടത്തിൽ നമുക്ക് തലയെടുപ്പോടെ വെക്കാൻ പറ്റിയ ഒരു ഹാച്ച്ബാക്ക്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കാറാണ് പോളോ. ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോളോ, അതേപോലെ തന്നെ റാപ്പിഡ്, അങ്ങനത്തെ ഐറ്റംസ്, വെൻഡോ ഒക്കെ ആകുമ്പോൾ താല്പര്യപ്പെട്ട വണ്ടികളാണ്. എന്ന് വെച്ചാൽ ഓടിക്കും വേറെ ഫീലാണ്. അത് അറിയുന്നവർക്ക് അറിയാം, ഞാൻ അറിയാത്തവരെ അങ്ങനെ ആക്കി പറയില്ല. അത് വേറൊരു ഫീലാണ് ഡ്രൈവ്. നമുക്ക് കംഫർട്ടാണ്. പിന്നെ നമ്മൾ ചെറിയൊരു ആക്സിഡന്റ് ആയാലൊക്കെ നമ്മൾ സേഫാണ്. പിന്നെ നമുക്ക് അതിനകത്ത് കയറിയിരിക്കും, നമുക്ക് തന്നെ ഒരു ധൈര്യമാണ്. ഇതിൽ പോളോ ഒന്നല്ലുള്ളത്, 4-5 പോളോ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പോളോ കാണിക്കണ പോളോ, ഈ ബ്ലാക്ക്, അതുകൂടെ വേറെ ബ്ലാക്ക്, വൈറ്റ്, കോഫി ബ്രൗൺ എല്ലാം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇത് വേറെ പ്രത്യേകത ഉണ്ട്. ഇതും കേരളം ഒന്ന് തിരുവനന്തപുരം വണ്ടി. ട്രിവാൻഡ്രം വണ്ടി. അതെ, ട്രിവാൻഡ്രം വണ്ടി സത്യം പറഞ്ഞാൽ വണ്ടി എടുക്കുന്നതിൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ട്രിവാൻഡ്രത്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം തിരുവനന്തപുരമാണ് വണ്ടി എടുക്കാൻ. ഒരു അഭിപ്രായം പറയാച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടി ഒരുപാട് ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഉണ്ടാവില്ല. കാണേണ്ട ആവശ്യമില്ല. ഒരു 90% പെയിന്റിംഗ് എന്നൊരു എക്സ്പെൻസ് ഉണ്ടാവില്ല. പിന്നെ ഇന്റീരിയർ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഭക്തന്മാർ ചെറുപ്പാച്ചിട്ട് കയറും. ഡസ്റ്റ് ഫ്രീ ആയിരിക്കും വണ്ടി. അതൊക്കെയാണ് അവിടെ പ്രത്യേകത. ഞാൻ അങ്ങനെ പറയല്ലോ, എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ട്. ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം പർച്ചേസ് കാസർഗോഡ് സൈഡിലേക്ക് നമ്മൾ കൂടുതൽ പോയിന്. കാസർഗോഡ് വണ്ടിക്ക് വില കൂടി വന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റിലേക്ക് പോകാൻ തുടങ്ങി. സ്റ്റേറ്റിൽ പോയി വെച്ച് നോക്കുന്ന സമയത്ത് കൊല്ലത്തായാലും ട്രിവാൻഡ്രത്തായാലും ഇനി കൊട്ടാരക്കര ആ റേഞ്ചിൽ എവിടെ ഇറങ്ങിയാലും ട്രിവാൻഡ്രം ഇസ് ദ ബെസ്റ്റ് വണ്ടി എടുക്കാൻ. അപ്പോൾ 2010 മോഡൽ വണ്ടിയാണത്. 10 മോഡൽ വെറും 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ ഹൈലൈൻ ടോപ്പിന്റെ ഡീസൽ വാഹനം. ലോ കിലോമീറ്റർ വളരെ റയറായിട്ടേ കിട്ടത്തുള്ളൂ. നല്ല സ്മൂത്ത് ആണ്. ജെന്യൂൻ കിലോമീറ്റർ ഓടിക്കാൻ ഭയങ്കര സ്മൂത്ത് ആണ്. എല്ലാ ഭാഗം വർക്കിയാണ്. ഈ പഴയ മോഡൽ വണ്ടി എല്ലാം AC നോബ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഈ വണ്ടിക്ക് നോബ് പോയിട്ട് ആ കളർ പോലും പോയിട്ടില്ല. ആയിക്കോട്ടെ, ഒന്ന് നോക്കി കളയാം, വെറുതെ കേട്ടാ. അടിപൊളിയാണ്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു സ്വിച്ചുകൾ കളർ പോലും പോയിട്ടില്ല. സ്റ്റിയറിംഗിന്റെ സ്റ്റിയറിംഗിന് ആ ഒരു പഴക്കത്തിന്റെ ഇത് 14 വർഷത്തെ ആ സ്റ്റിയറിംഗിന് അത് ഉണ്ടാവും. അല്ലാണ്ട് ഡാഷ്ബോർഡിൽ പഴയ മോഡൽ കുറേ വണ്ടിക്കൊന്നും AC-ന്റെ വെന്റിലേഷൻ വരുന്നത് സ്വിച്ച് ഒന്നും ഉണ്ടാവില്ല. എല്ലാ ഭാഗം ഒറിജിനല്ല. സെറ്റ് ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ മിററിന്റെ ബോക്സ് ബാഗ് ഉണ്ട്. ഈ ഡോട്ട് ഉണ്ടല്ലോ, ഈ ഡോട്ട് അത് വരുന്ന ഒരു പീരീഡ് കഴിഞ്ഞാൽ ഈ വരുന്ന സംഗതിയാണ് അതൊക്കെ. അല്ലാണ്ട് വണ്ടിക്ക് യാതൊരുവിധ റീപ്ലേസോ
അല്ലെങ്കിൽ പിന്നെ സസ്പെൻഷൻ്റെ ഒച്ചപ്പാടോ ക്ലച്ച് ടൈറ്റോ അങ്ങനെ ഒന്നുമില്ല, എല്ലാ ഭാഗം ഫിറ്റാണ്. ഇതിൻ്റെ നമ്മളെ വില 3 ലക്ഷം രൂപയാണ്. ഒരു ഡൗൺ പേയ്മെന്റ് ഇടുന്ന വിലക്ക് ഡീസൽ പോളോ ഹൈലൈൻ ബ്ലാക്ക് നല്ല വണ്ടി. നിങ്ങൾക്ക് നോർമൽ പോളോന്റെ വില അറിയാൻ പറ്റും, കാരണം വെച്ചാൽ 1 ലാഖിന്റെ മുകളിലൊക്കെ പോളോ ചിലപ്പോൾ 2.25 2.5 വണ്ടി കിട്ടും. 4 ഓണർ 5 ഓണർ ആയിട്ടുണ്ടാവും. ഇത് സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സ്പെയർ കീ, എല്ലാ ഭാഗവും ഫിറ്റുള്ള നല്ലൊരു വണ്ടിയാണ്. ധൈര്യമായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ വില നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യണേ. ഇപ്പൊ പറ്റില്ല എന്ന് പറയില്ലല്ലോ, ഒക്കെ പറ്റും. പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒക്കെ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ലേ. പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് തീരുമാനം എടുക്കാമല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു നിങ്ങളുടെ വീഡിയോയിൽ പറയാൻ പറ്റില്ല പറയാം, നമുക്ക് ടെലികോളിംഗിലേക്ക് ഒരു സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. ഫോൺ എടുത്ത് പരിചയമുള്ള ആൾക്കാർ, നമ്മളെ കംപ്ലൈന്റ് ഇതാണ്, ഫോൺ എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ഫോൺ എടുക്കാൻ പറയാം, ഒന്ന് ഞാനാണ്, ഒരു നമ്പർ എൻ്റെ ആണ്, പിന്നെ ഒരു നമ്പറിൻ്റെ അളിയൻ്റെ നമ്പറാണ്. ഞാൻ ഇല്ലെങ്കിലും അളിയനാണ് ഫുള്ള് കാര്യം നോക്കുക. മൂപ്പര് ഫോൺ ചിലപ്പോൾ മൂപ്പര് സ്കിപ്പാവും, ഇന്ത്യ സ്കിപ്പാവും. അപ്പോൾ ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഫോൺ എടുക്കാൻ മൂടുള്ള ചിലർ ഫോൺ എടുക്കാൻ മൂടുള്ള ആൾ, സംസാരിക്കാൻ താല്പര്യമുള്ള ആൾ ഈ കോഴിക്കോട് എവിടുന്നാലും നമുക്ക് കുഴപ്പമില്ല, വന്ന് പോകാൻ പറ്റിയ ഒരു സ്റ്റാഫ് നമുക്ക് വേണം. സെയിൽസിലേക്കായാലും ഒരാളെ പോലെ അതേപോലെ തന്നെ വേണം. നമുക്ക് വണ്ടിയെ പറ്റി നോളജ് വേണമെന്നുണ്ടോ? നോളജ് ഇല്ലെങ്കിലും ഫ്രഷേഴ്സ് ആയാലും കുഴപ്പമില്ല, നോളജ് ഉള്ളതാണ് നമുക്ക് ഒന്നുകൂടി എളുപ്പമായി. താല്പര്യമുള്ളവരാണ്. നോളജ് ഇല്ലെങ്കിൽ വണ്ടിയോട് ക്രേസ് ഉള്ള ആളാലും മതി. മനസ്സിലായില്ലേ? ഇപ്പൊ 2 ആൾക്ക് വേക്കൻസി ഉണ്ട്. ചുറ്റിപ്പറ്റി അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ചാനലല്ല, ഓനോട് ചോദിച്ചിട്ട് പറയണേ ഞാൻ വേറുണ്ടെങ്കിൽ നമുക്ക് മാന്യമായിട്ട് സാലറി ജോലി എടുത്ത കാര്യമല്ലേ ഞാൻ പറയാം. നമ്മളങ്ങനെ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ 2 വേക്കൻസി ഉണ്ട്. ബന്ധപ്പെട്ട ഫോൺ എടുക്കുമോ? അത് ബന്ധപ്പെട്ട ഫോണൊക്കെ റെഡി, ജോലിന്റെ ആവശ്യമില്ലേ ഇത്. ഞാൻ എന്റെ നമ്പർ ഓൾറെഡി വീഡിയോയിൽ ഇല്ല, ഇപ്പൊ ഞാൻ കൊടുക്കില്ല. ഇപ്പൊ അളിയനും ഇവിടെയുള്ള ചേച്ചിയുടെ നമ്പറാ വീഡിയോയിലുള്ളത്. അപ്പൊ ഒരു എന്തായാലും എടുക്കും. സ്കിപ്പായി പോയാലും തിരിച്ചു വിളിക്കും. ഞാൻ ബോർഡിൽ പോയതുകൊണ്ട് തിരിച്ചൊന്നും വിളിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇന്റെ കേസ് പറഞ്ഞാല് അപ്പൊ ഞാൻ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതിന്റെ മുന്നേ പോളോകൾ വേറെ ഉണ്ട്, അതേപോലെ ടിയാഗോകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ ബൊലേനോ ഉണ്ട്, പിന്നെ വെർണ ഉണ്ട്, എർട്ടിക ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ രാസ്റ്റർ ഉണ്ടായിരുന്നു 1000 കിലോമീറ്റർ, അത് കൊടുത്തിട്ടില്ല, ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അമേസ് ഓട്ടോമാറ്റിക് ഉണ്ട്, അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അത് MG ഹെക്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്, നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്, ഇവിടെ കയറിയിട്ടില്ല. ടാറ്റ അൾട്രോസ് ഡീസൽ 2021 ഉണ്ട്, ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാണ്, ഇത് കേട്ട് വിളിക്കുന്നവർ വിളിക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമന്റുകൾ രേഖപ്പെടുത്തുക. ബാക്കി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും ഇൻസ്റ്റാ പേജിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ജംഷിക്ക് എന്താ പറയാനുള്ള പറഞ്ഞോളൂ. എല്ലാം പറയും. ഈ 2024 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ, സാമ്പത്തിക ആഗ്രഹങ്ങൾ ഉണ്ടാവും, പിന്നെ ഇവനെ പോലെ കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാർ ആഗ്രഹങ്ങൾ ഉണ്ടാവും, വീട് വെക്കാനുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും, ജീവിതം ഒന്ന് ഡെവലപ്പ് ചെയ്ത് ജോലിയിൽ നിന്ന് ഒരു കയറ്റം കിട്ടാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാവരും നടക്കട്ടെ. അതേപോലെ തന്നെ എൻ്റെ ആഗ്രഹം ദൈവം സഫലീകരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ. താങ്ക് യു, ബൈ.